ഇപ്പം നല്ല ചൂടും അതുപോലെ നോമ്പുകാലമാണല്ലേ. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പി പറഞ്ഞു തരട്ടെ. മനസ്സും ശരീരവും ഒക്കെ കുളിരുന്ന ഒരു റെസിപ്പിയാണ്. 1 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ നമുക്ക് ആവശ്യം കസ്റ്റാർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിനുശേഷം നല്ല ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് പാകത്തിന് പഞ്ചസാരയും ഈ കസ്റ്റാർഡും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡൊക്കെ വെന്ത് ഈ പാലിൻ്റെ മിക്സ് നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ പാകത്തിന് വനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് കേട്ടോ. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ആപ്പിൾ, ബദാം, കിസ്മിസ്, കാഷ്യൂനട്ട്, ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ് കട്ട് ചെയ്തത്, ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെയാണ് ചേർത്തത്. അനാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിനുശേഷം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ, കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്താൽ അടിപൊളിയായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊരു ഡെസേർട്ടായിട്ടോ ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്ക് വിരുന്നുകാർ വരുമ്പോഴും അതുപോലെ ഇഫ്താറിന് നോമ്പ് മുറിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ചാൽ അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ദാഹവും മാറും. നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വയറ് നിറയുവേ. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണേ. കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.